നമസ്കാരം. സ്നേഹമുള്ളവരെ, നമ്മൾ ഇന്ന് ഇറ്റലിയിലെ ടോസ്കാനയിലുള്ള പീസയാണുള്ളത്. ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് വിനോദസഞ്ചാരികൾ പ്രശംസിക്കുകയും വിലമതിക്കുകയും ചെയ്യുന്ന വലിയ സാംസ്കാരിക മൂല്യമുള്ള സ്മാരകങ്ങൾ ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇറ്റലിയിലെ ഏറ്റവും പ്രശസ്തമായ ലാൻഡ്മാർക്കുകളിൽ ഒന്നാണ് പീസായിലെ ചരിഞ്ഞ ഗോപുരം. ഇത് ലോകമഹാത്ഭുതങ്ങളിൽ ഒന്നായി അറിയപ്പെടാനുള്ള കാരണം തന്നെ ഇതിൻ്റെ ചരിവ് കൊണ്ടാണ്. 14-ാം നൂറ്റാണ്ടിലെ സർഗാത്മകമായ സ്മാരക കലയുടെ തെളിവുകളാണ് ഈ 4 മാസ്റ്റർ പീസുകൾ. അതിന് ചുറ്റുമുള്ള ഈ പച്ച പുല്ലുകൾ വിരിച്ച ഈ തോട്ടം അതിൻ്റെ മനോഹാരിതയ്ക്ക് മാറ്റുകൂട്ടുന്നു. ഈ സ്ക്വയറിന് പ്യാസ ദെൽ ദുഓമോ എന്നും പ്രശസ്ത ഇറ്റാലിയൻ കവിയായ ഗബ്രിയേലെ ദനൂൻസിയോ 1910 പുറത്തിറക്കിയ അദ്ദേഹത്തിൻ്റെ ഫോർസെ സി ഫോർസെ നോ എന്ന നോവലിൽ പ്യാസ ദെ മിറാക്കിളി, അതായത് അത്ഭുതങ്ങളുടെ സ്ക്വയർ എന്ന പേരുപയോഗിച്ച് ഈ സ്ക്വയറിനെ മികച്ച സൗന്ദര്യത്തിൻ്റെയും മൗലികതയുടെയും ഒരു സ്ഥലമാക്കി വിശേഷിപ്പിക്കുന്നുണ്ട്. എന്താണ് ഈ പ്യാസ ദെ മിറാക്കിളി പ്രതിനിധീകരിക്കുന്നത്? മനുഷ്യ ജീവിതത്തിലെ പ്രധാന ഘട്ടങ്ങളായ ജനനം, ബാപ്റ്റിസ്റ്ററി, ജീവിതം, കത്തീഡ്രലും ടവറും, മരണം, കാമ്പോസാന്തോ അല്ലെങ്കിൽ ശ്മശാനം എന്നിവയെ പ്രതീകപ്പെടുത്തുന്നതിനാണ് ഈ സ്ക്വയർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. കുറച്ചുകൂടി ആത്മീയമായി പറഞ്ഞ പ്യാസ ദെ മിറാക്കിളി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് കൂദാശാധിഷ്ഠിതമായ ക്രിസ്തീയ ജീവിതത്തെ പ്രദാനം ചെയ്താണെന്ന് പറയാം. പ്യാസ ദെ മിറാക്കിളിയും കൂദാശാപരമായ ജീവിതവും തമ്മിലുള്ള എന്താണ് ബന്ധപ്പെട്ടിരിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ഇപ്പം നമ്മൾ ആദ്യം കാണുന്നത് ബാപ്റ്റിസ്റ്ററി, അതായത് മാമോദീസയിലൂടെ നമ്മൾ ക്രിസ്തീയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതും അതിലൂടെ ഒരു പുതിയ പുനർജന്മം, ആത്മീയമായ ഒരു പുനർജന്മത്തെയും പരിവർത്തനത്തെയും സൂചിപ്പിക്കുന്നതാണ്. ഇനി നമ്മൾ ബാപ്റ്റിസ്റ്ററിൽ നിന്നിറങ്ങി ഈ സ്പേസ് കത്തീഡ്രലിലേക്ക് പോകാനുള്ളത്, അത് സൂചിപ്പിക്കുന്നത് നമ്മൾ തീർത്ഥാടകരാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണത്. നമ്മൾ കത്തീഡ്രലിലേക്ക് പ്രവേശിക്കുന്ന പ്രവേശന കവാടത്തിലൂടെ, അവിടെയാണ് നമ്മുടെ ഈ ഭൂമിയിലുള്ള കൂദാശ ജീവിതം. അതായത് സ്ഥൈര്യലേപനത്തിലൂടെ നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ 7 ദാനങ്ങൾ സ്വീകരിച്ച സഭയുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നു. കുംഭസാരം, അതായത് അനുരഞ്ജനത്തിലൂടെ പാപമോചനവും ആന്തരികമായ ആത്മീയവുമായ രോഗശാന്തി നമുക്ക് ലഭിക്കുന്നു. പിന്നെ വിശുദ്ധ കുർബാന നമുക്കറിയാവുന്നതുപോലെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ അന്തസത്യം ആണ്. വിശ്വാസികൾ ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവും സ്വീകരിക്കുകയും ദൈവവുമായി ഹൃദയത്തിൽ ഒന്നിക്കുകയും ചെയ്യുന്ന. പിന്നെയാണ് രോഗിലേപനം, രോഗികളുടെ ആത്മീയവും സാധ്യമെങ്കിൽ ശാരീരികവുമായ കഷ്ടപ്പാടുകൾ ലഘൂകരിക്കുന്നു. തിരുപ്പട്ടം അല്ലെങ്കിൽ ഓർഡിനേഷൻ, അതായത് ബിഷപ്പ്, പുരോഹിതന്മാർ, ഡീക്കന്മാർ എന്നീ നിലകളിൽ ക്രിസ്ത്യൻ സമൂഹത്തെ നയിക്കാൻ വേണ്ടിയുള്ളൊരു ദൗത്യമാണ് അവർക്ക് അതിലൂടെ നൽകുന്നത്. വിവാഹം എന്ന കൂദാശയിലൂടെ കുടുംബം എന്ന ഗാർഹിക സഭ കെട്ടിപ്പടുക്കുന്നു. ദമ്പതികൾ പരസ്പര സേവനത്തിനായിട്ട് സമർപ്പിക്കുന്നു. അപ്പോൾ ഈ ജീവിതം നടക്കുന്നത് ഈ കത്തീഡ്രലിനുള്ളിൽ, അതായത് ക്രിസ്തീയ ജീവിതം ഓരോ ദിവസത്തെയും നമ്മുടെ ജീവിതത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയാണിത്. പിന്നെ കാണുന്നത് കാമ്പോസാന്തോ, ഈ ക്രിസ്തീയ പുണ്യജീവിതത്തിലൂടെ പാപത്തെയും അതിൻ്റെ അനന്തരഫലങ്ങളെയും മറികടന്ന് ശാരീരിക മരണത്തിലൂടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു പുതിയ ജീവിതം ആരംഭിക്കുന്നതാണ് കാമ്പോസാന്തോ അല്ലെങ്കിൽ ശ്മശാനം. നമ്മൾ ഈ കാണുന്ന മാതാവിൻ്റെ സ്വർണ്ണ നിറത്തിലുള്ള തേമ്പര കൊണ്ട് ചെയ്തിരിക്കുന്ന ഈ ഐക്കണോഗ്രാഫി 1200-220 കാലഘട്ടത്തിൽ വെർലിംഗേരി വരച്ചതായിട്ട് പറയപ്പെടുന്നു. ഇത് പീസായിലെ ജനങ്ങൾ നൂറ്റാണ്ടുകളായിട്ട് അവിടെ 25-നാണ് ഇതിൻ്റെ ഫീസ്റ്റായിട്ട് ആഘോഷിക്കുന്നത്. നേവിൻ്റെ മധ്യഭാഗത്തുള്ള ഈ ധൂപക്കൂട്ടം ആധുനിക ശാസ്ത്രത്തിൻ്റെ പിതാവായി കണക്കാക്കപ്പെടുന്ന ഗലീലിയുടേതാണെന്ന് പറയുന്നു. ശാസ്ത്രീയ വിപ്ലവത്തിലെ ഒരു പ്രധാന വ്യക്തിയായിരുന്നു അദ്ദേഹം. ഗലീലിയൻ രീതി അല്ലെങ്കിൽ പരീക്ഷണ രീതി എന്നും അറിയപ്പെടുന്ന ശാസ്ത്രീയ രീതിയാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. അദ്ദേഹം നേവ സീലിൽ നിന്നുള്ള പെണ്ടുലത്തിൻ്റെ ആടൽ നിരീക്ഷിച്ച് അതിൻ്റെ ഐസോക്രോണിസത്തെക്കുറിച്ചുള്ള തൻ്റെ സിദ്ധാന്തം രൂപപ്പെടുത്തിയതെന്ന് ഐതിഹ്യം പറയുന്നു. കൂടാതെ പല കണ്ടെത്തലുകളും അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അതിലൊന്നാണ് ഗലീലിയോ ദൂരദർശിനി മെച്ചപ്പെടുത്തി ആകാശം നിരീക്ഷിക്കാൻ അത് ഉപയോഗിച്ചു. വ്യാഴത്തിൻ്റെ 4 ഉപഗ്രഹങ്ങൾ, ശുക്രൻ്റെ ഘട്ടങ്ങളെല്ലാം അദ്ദേഹം കണ്ടെത്തി. അങ്ങനെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ശാസ്ത്രജ്ഞ ഒരാളായി ഗലീലിയോ കണക്കാക്കപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തങ്ങളും സിദ്ധാന്തങ്ങളും പ്രപഞ്ചത്തെക്കുറിച്ച് നമ്മുടെ ഗ്രാഹ്യത്തിൽ വിപ്ലവം സൃഷ്ടിക്കുകയും ആധുനിക ശാസ്ത്രത്തിന് വഴിയൊരുക്കുകയും ചെയ്തു. ഈ അൾത്താരയുടെ ഇടതുവശത്തായിട്ട് നമ്മൾ കാണുന്ന ഈ ശവകുടീരം, ഇത് പീസയുടെ മധ്യസ്ഥനായ വിശുദ്ധ റാനിയേരിയുടെ ഇതാണ്. വിശുദ്ധ റാനിയേരിയുടെ ജീവിതത്തിലേക്ക് നോക്കുകയാണെങ്കിൽ 1118 ജനിച്ചു, 1161 മരിക്കുന്നത്.
ഒരു സമ്പന്ന കുലീന കുടുംബത്തിൽ പിസായിലിന് ജനിച്ച് ഈ ലോകത്തിലെ മായകളിൽ മുഴുകി സമയം ചെലവഴിച്ചുകൊണ്ടിരുന്ന റനിയേരി ഒരിക്കലും മനോഹരമായ വസ്ത്രം ധരിച്ച ഒരു കൂട്ടം ജനങ്ങൾക്കിടയിൽ ഒരു വാദ്യോപകരണം വായിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ബന്ധുവായ ഒരു സ്ത്രീ റനിയേരിയെ സമീപിച്ച് ഒരു സാധാരണ പ്രസംഗകനായ ആൽബർട്ടോ എന്ന ഒരു ബഹുമാന്യരൂപനും വിശുദ്ധിയുമുള്ള ഒരു വ്യക്തിയെ ചൂണ്ടിക്കാണിച്ചിട്ട് ഒന്ന് പോയി സംസാരിക്കാൻ പറയുന്നു. പിറ്റേന്ന് ആൽബർട്ടോ റനിയേരിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുമ്പസാരിക്കാനായി ക്ഷണിക്കുന്നു, ആവശ്യപ്പെടുന്നു. അവിടെയാണ് റനിയേരിയുടെ മാനസാന്തരത്തിൻ്റെ തുടക്കം. മാനസാന്തരപ്പെട്ട റനിയേരിക്ക് ഒരു ദർശനം ഉണ്ടാകുന്നുണ്ട്. കൊക്കിലൊരു വിളക്ക് വെച്ചുകൊണ്ട് പോകുന്ന ഒരു കഴുകൻ്റെ. അത് കർത്താവിൻ്റെ ക്ഷമിക്കുന്ന സ്നേഹം മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ള വിളിയായിരുന്നു അതെന്ന് റനിയേരിക്ക് മനസ്സിലായി. പിന്നീട് ക്രിസ്തുവിൻ്റെ ദർശനങ്ങളും അദ്ദേഹത്തിനുണ്ടാകുന്നു. അങ്ങനെ അദ്ദേഹം പരിപൂർണമായി ദാരിദ്ര്യത്തിൽ കർത്താവിന് വേണ്ടി ജീവിതം അർപ്പിക്കുന്നു. പിന്നീട് പീസായിൽ നിന്ന് പുറപ്പെട്ട ഒരു കപ്പലിൽ അദ്ദേഹം വിശുദ്ധ നാടുകൾ സന്ദർശിക്കുന്നു. അങ്ങനെ കുറേ കാലം അവിടെ ചിലവഴിക്കുന്നു. 1154 പിന്നെ തിരിച്ച് പീസായ്ക്ക് വരുന്നു. 61 മരിക്കുന്നു. തൻ്റെ ജീവിതകാലത്ത് മരണശേഷം വിശുദ്ധ റനിയേരി നിരവധി അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്. രോഗികളെ സുഖപ്പെടുത്തുന്നു, പിശാചുബാധിതരെ മോചിപ്പിക്കാൻ, മരിച്ച കുട്ടിയെ ഉയർപ്പിച്ചത്, പ്രത്യേകിച്ച് നാവികരെ സംരക്ഷിക്കുന്നത് എൻ്റെ മധ്യസ്ഥനും കൂടിയാണ്. ജൂൺ 17 അദ്ദേഹത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നത്. അത് ലുമിനാരാധി സൺ റനിയേരി എന്ന് അറിയപ്പെടുന്ന ഈ ആഘോഷം വിളക്കുകളുടെയും വെടിക്കെട്ടുകളുടെയും എല്ലാം ഒരു വളരെ മനോഹരമായ ഒരു ആഘോഷമാണ്. ഈ വിളക്കുകൾ എന്ന് പറഞ്ഞാൽ ലൈറ്റ് കൊണ്ടല്ല, വിളക്കുകൾ കൊണ്ട് തന്നെയാണ് ഈ പിസായ്ക്ക് ഒഴുകുന്ന ഈ പുഴകളും ഇതിൻ്റെ ചുറ്റുമുള്ള സ്ഥലങ്ങൾ മുഴുവനും അലങ്കരിക്കുന്നത്. 1173 ബൊണാനോ പിസാനോയുടെ നേതൃത്വത്തിൽ ടവറിൻ്റെ പണി ആരംഭിച്ചു. എന്നാൽ 1274 മൂന്നാം നിര പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ ഇത് ഒരു വശത്തേക്ക് ചരിഞ്ഞു തുടങ്ങി. 3 മീറ്റർ മാത്രം നീളമുള്ള ആഴം കുറഞ്ഞ അടിത്തറകൾ സ്ഥിതി ചെയ്യുന്ന മണൽ നിറഞ്ഞ ചെളി മണ്ണ് കാരണമാണിത്. പിന്നീട് 1275 ജോവാനി ദി സിമോണിൻ്റെയും ജോവാനി പിസാനോയുടെയും നേതൃത്വത്തിൽ പണി പുനരാരംഭിച്ചു. മുമ്പത്തെ ഈ ഘടനയിലേക്ക് 3 നിലകൾ കൂടി ചേർത്ത് ടവർ നേരെയാക്കാനുള്ള ശ്രമത്തിൽ 3 അധിക നിലകൾ ചരിവിന് വിപരീത ദിശയിലേക്ക് വളയാനായിട്ട് ഒരു പ്രവണത കാണിച്ചു. ഇത് 1350 നിർമ്മാണം പൂർത്തിയാകുന്നതുവരെ തുടർന്നു. ബെൽ ടവർ പൂർത്തിയാക്കി 7 മണികൾ അവിടെ സ്ഥാപിച്ചു. ഇത് കത്തീഡ്രലിൻ്റെ മണിമാളിക, അതായത് ബെൽ ടവർ ആയിരുന്നു ഈ ഗോപുരം. 7 നിലകൾ ഉൾക്കൊള്ളുന്ന ഈ ഗോപുരത്തിൽ 7 മണികളുണ്ട്. ഈ മണിമേടയുടെ മുകളിലെത്താൻ നമ്മൾ 294 പടികൾ കയറണം. ഈ ഗോപുരത്തിൽ 7 നിലകൾ, ക്രിസ്തുവിൻ്റെ 7 പാതകളെ പ്രതിനിധീകരിക്കുന്ന 7 നിലകൾ, ജീവിതത്തിൻ്റെ 7 ഘട്ടങ്ങൾ, പരിശുദ്ധാത്മാവിൻ്റെ 7 ദാനങ്ങളുടെ സഹായത്തോടെ നമ്മുടെ ആത്മാവ് കടന്നു പോകേണ്ട 7 ഗോളങ്ങളായിട്ട് ദൈവത്തിൽ എത്തിച്ചേരാനുള്ള 7 ഗോളങ്ങളായി എന്നെ സൂചിപ്പിക്കുന്നു. ഇരട്ട കുട്ടികളെ മൂലയൂട്ടുന്ന ഒരു ചെന്നായെ ചിത്രീകരിക്കുന്ന ശില്പമാണിത്. ഇത് റോമോളോയും റേമോയും ആണെന്ന് പറയപ്പെടുന്നു. കാപ്പിറ്റോളിയം വുൾഫ് എന്ന് വിളിക്കപ്പെടുന്ന ഈ പ്രതിമ റോമ നഗരത്തിൻ്റെ പ്രതീകമാണ്. ഇത് റോമിൻ്റെ സ്ഥാപനത്തിൻ്റെ ഇതിഹാസത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. ഇതെങ്ങനെയാണ് പീസായിൽ എത്തിയതെന്ന് വെച്ചാൽ 1926 ബെനീറ്റോ മുസോളിനി പീസ നഗരം സന്ദർശിക്കാൻ വന്നപ്പോൾ സംഭാവന ചെയ്തതാണെന്ന് പറയപ്പെടുന്നു. ഇതാണ് പീസായുടെ ലളിതമായ ചരിത്രം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.